ICPയിലെ 5th മൊഡ്യൂളായിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യാവകാശം എന്നുള്ളതാണ്. സോ മനുഷ്യാവകാശം എന്ന് പറയുന്നത് മനുഷ്യൻ എന്നുള്ള നിലയിൽ എല്ലാവർക്കും ലഭിക്കുന്ന അടിസ്ഥാന അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയാം. സർക്കാരിൻ്റെയോ മറ്റ് അധികാരികളുടെയോ വളരെ മോശമായിട്ടുള്ള അന്യായമായിട്ടുള്ള പെരുമാറ്റത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഹ്യൂമൻ റൈറ്റ്സ് ആളുകളെ സംരക്ഷിക്കുന്നു. ഈ അവകാശങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള അവകാശങ്ങളും ഉണ്ട്, അതുപോലെ പുരാതനമായിട്ടുള്ള ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അന്താരാഷ്ട്ര കരാറുകളിലൂടെ വ്യാപകമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ആശയത്തെ അംഗീകരിക്കപ്പെട്ടു. ഇനി ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 1966 അന്താരാഷ്ട്ര ഉടമ്പടിയാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഈ അവകാശങ്ങളിൽ പലതും ഇന്ത്യൻ ഭരണഘടന എഴുതിയിട്ടുള്ള ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് വ്യക്തിയുടെ അന്തസ്സിന് ഊന്നൽ നൽകുന്നു, അതും ഹ്യൂമൻ റൈറ്റ് ആണ്. സോ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ 3ാമത്തെ ഭാഗത്തെ മനുഷ്യാവകാശങ്ങളുടെ ഒരു സാർവത്രിക പ്രഖ്യാപനമായിട്ടാണ് കാണിക്കുന്നത്. ഈ അവകാശങ്ങൾ സർക്കാരിൻ്റെ അധികാരത്തെയൊക്കെ തന്നെ പരിമിതപ്പെടുത്തുകയും കോടതികളിലൂടെ നടപ്പിലാക്കുകയും ചെയ്യാം. എന്നിരുന്നാലും അവകാശങ്ങൾ എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള നീതി ഉറപ്പാക്കുന്നതിനും, അതായത് പലതരത്തിലുള്ള പരിമിതികളൊക്കെ ഉണ്ടാവും കേട്ടോ എന്നുണ്ടെങ്കിൽ കൂടി അടിയന്തര സാഹചര്യങ്ങളിൽ താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഇത് നിർത്തിവെക്കാം. മൗലിക അവകാശങ്ങൾക്ക് പുറമെ രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങളായിട്ടുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതായത് നിർദ്ദേശക തത്വങ്ങളൊക്കെ തന്നെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 3ാം ഭാഗത്തിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗം പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള പൗരാവകാശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് ഓരോന്നും നമുക്കറിയാം. റൈറ്റ് ടു ഇക്വാളിറ്റി, അതായത് ആർട്ടിക്കിൾ 14, 15, 16 പറയുന്നതാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ്. അതുപോലെ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് റൈറ്റ്സ് ടു 6 ഫ്രീഡംസ് ആണ്, അതായത് ഇൻക്ലൂഡ്സ് ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് അസംബ്ലി, ഫോമിംഗ് അസോസിയേഷൻസ്, മൂവ്മെൻറ്റ്സ്, റെസിഡൻസ്, ഒക്യുപ്പേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ്. അത് ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് 20, 21, 22. ഇതെന്ന് പറയുന്നത് പ്രൊട്ടക്ട്സ് ഇൻഡിവിജ്വൽസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25, 26, 27, 28 ആണ്. ദാറ്റ് അലോസ് പീപ്പിൾ ടു ഫോളോ ദെയർ റിലീജിയൻ, അതായത് മതസ്വാതന്ത്ര്യം, അവർ ഏത് മതത്തിലാണോ അത് പിന്തുടരാൻ അനുവദിക്കുന്നു. പിന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 29, 30 എന്നുള്ളതാണ് അതിൻ്റെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ദാറ്റ് പ്രൊട്ടക്ട്സ് ദ റൈറ്റ് ഓഫ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇതാണ് ഓവറോൾ ആയിട്ട് നമ്മൾ പറഞ്ഞ 5 എന്ന് പറയുന്നത്. ഇനി 6ാമത്തെന്ന് പറയുന്നത് സ്വത്തവകാശത്തെക്കുറിച്ചിട്ടാണ്. ആർട്ടിക്കിൾ 31 ആണ് അത് പറയുന്നത്. യഥാർത്ഥത്തിൽ സംരക്ഷിതമായിട്ടുള്ള സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ 300A പ്രകാരമുള്ള ഒരു നിയമപരമായിട്ട് അവകാശമായിട്ട് അത് മാറുകയാണ്. അടുത്തെന്ന് പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 23, 24 പറയുന്നത്. ഇപ്പോൾ മനുഷ്യക്കടത്ത്, അതുപോലെ നിർബന്ധിത തൊഴിൽ, ഇതിൽ നിന്നൊക്കെ തന്നെ സംരക്ഷണം നൽകുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. സോ ചൂഷണത്തിനെതിരായിട്ടുള്ള ഒരു അവകാശം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഭരണഘടനാപരമായിട്ടുള്ള പലതരത്തിലുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്, അതായത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 വരുന്നതാണ്. അവകാശങ്ങൾ എന്ന് പറയുന്നത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയിൽ പോകാൻ ആളുകളെ അനുവദിക്കുന്നത് ഇതിലൂടെയാണ്. ഇനി വാട്ട് ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും. ഭരണഘടനയുടെ 4th ഷെഡ്യൂളിലാണ് ഇത്തരത്തിലുള്ള കാര്യം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു സംസ്ഥാനം പ്രവർത്തിക്കേണ്ടതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചിട്ടാണ്, ആ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നത്. സോ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റ് ടു ആഡിക്വേറ്റ് ലീവ്ലിഹുഡ് ആണ്, അതായത് മതിയായിട്ടുള്ള ഉപജീവനത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 39A പറയുന്നത്. എല്ലാവരും ജീവിക്കാൻ പ്രാപ്തരാണ് എന്നുള്ളതാണ് ഇതിനോട് പറയുന്നത്. ആർട്ടിക്കിൾ 39 സാമ്പത്തിക ചൂഷണത്തിനെതിരായിട്ടുള്ള ഒരു അവകാശമുണ്ട് എന്നാണ്. അതുപോലെ കുട്ടികളെയും മുതിർന്നവരെയും ദോഷകരമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് ആർട്ടിക്കിൾ 39 ആണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 39D പറയുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ ജോലിക്ക് തുല്യവേതനം ലഭിക്കുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നുണ്ട്. ജോലി ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 41 ആണ് ജോലി ചെയ്യാനുള്ള അവകാശം ഉറപ്പ് നൽകുന്നത്. പിന്നെ വിശ്രമത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 41 പറയുന്നുണ്ട്. അതുപോലെ വിശ്രമത്തിനുള്ള ഒരു സമയം
എന്ന് പറയുന്നത് ഉറപ്പാക്കുന്നത് ഇതിലൂടെയാണ്. ആർട്ടിക്കിൾ 41 പൊതുസഹായത്തിനുള്ള അവകാശം എന്ന് പറയുന്നുണ്ട്. അതായത് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം ഇവയുടെയൊക്കെ കേസുകളിൽ പിന്തുണ നൽകുന്നുണ്ട്. വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തുക, പൊതുജനാരോഗ്യം സംരക്ഷിക്കുക, എല്ലാവർക്കും കൃത്യമായിട്ടുള്ള രീതിയിൽ വേജ് ഉറപ്പാക്കുക, പ്രസവാവധി ഉറപ്പാക്കുക, നമ്മുടെ പൈതൃകം സംരക്ഷിക്കുക, ഇതൊക്കെയാണ് മറ്റ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു സംസ്ഥാനം പ്രവർത്തിക്കേണ്ടത്, അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളെ പട്ടികപ്പെടുത്തുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് വർക്ക് ചെയ്യേണ്ടത്, അതിന് കുറച്ച് ഡയറക്ഷൻസ് കൊടുക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള കുറച്ച് അഡീഷണൽ റൈറ്റ്സ് കൂടിയുണ്ട്. ഭരണഘടനയിൽ വ്യക്തമായിട്ട് പട്ടികപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചില അവകാശങ്ങൾ മൗലികമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ആർട്ടിക്കിൾ 19(1)(d) 21 ഇത് പറയുന്നത് സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്ന് പറയുന്നത്. റൈറ്റ് ടു പ്രൈവസി, അതുപോലെ റൈറ്റ് ടു ഹ്യൂമൻ ഡിഗ്നിറ്റി, അതായത് മാനുഷിക അന്തസ്സിനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14, 19, 21 പെടുന്നത്. അതുപോലെ തന്നെ വിദേശ യാത്രകൾക്ക്, അതായത് റൈറ്റ് ടു ട്രാവൽ അബ്രോഡ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പെടുന്നുണ്ട്. റൈറ്റ് എഗെയിൻസ്റ്റ് ടോർച്ചർ ആൻഡ് ക്രൂവൽ പണിഷ്മെൻറ്റ്, അതായത് പീഡനത്തിനും ക്രൂരമായിട്ടുള്ള ശിക്ഷയ്ക്കും എതിരെയുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പെടുന്നുണ്ട്. ഇനി ഇതാണ് നമ്മുടെ അഡീഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എവിടെ സുപ്രീം കോടതി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. ഇനി മൈനോറിറ്റീസ് ഇൻ ഇന്ത്യ, അവരുടെ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൈനോറിറ്റീസ് അതായത് ന്യൂനപക്ഷങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹൂ ആർ കൺസിഡേർഡ് മൈനോറിറ്റീസ് എന്ന് നോക്കാം. ജനസംഖ്യയുടെ 80% ഹിന്ദുക്കളായതിനാൽ ഹിന്ദുമതം ഒഴികെയുള്ള മതങ്ങളിൽ പിന്തുടരുന്നവരെ ഇന്ത്യയിലെ ന്യൂനപക്ഷമായിട്ട് കണക്കാക്കുന്നു. ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. തൊട്ടു പിന്നിൽ ക്രിസ്ത്യാനികളും സിഖുകാരുമുണ്ട്. അപ്പോൾ മറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഇതിലും ചെറുതാണ്. ഇനി ദേശീയവും സംസ്ഥാന തലത്തിലുള്ള ന്യൂനപക്ഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ദേശീയ തലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, പാഴ്സികൾ ഇവരൊക്കെ തന്നെ നമ്മൾ കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷം മൈനോറിറ്റീസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇനി സ്റ്റേറ്റ് തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ പദവി വ്യത്യാസപ്പെടാം. ഇപ്പോൾ ഉദാഹരണത്തിന് ജമ്മു കാശ്മീരിലും ലക്ഷദ്വീപിലും ഒക്കെ തന്നെ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. അതുപോലെ മേഘാലയ, മിസോറം, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമാണ്. സിഖുകാരാണ് പഞ്ചാബി ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ന്യൂനപക്ഷം എന്ന് പറയുന്നത് വ്യത്യാസപ്പെടാം. ഓവറോൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരൊക്കെയാണ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റേറ്റിലേക്ക് നോക്കുമ്പോൾ പല സ്റ്റേറ്റുകളിലും വ്യത്യാസമാണ് എന്നാണ് അതിലൂടെ പറയുന്നത്. ഇനി ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള സുപ്രീം കോടതി കുറച്ച് വിധികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങളെ തീരുമാനിക്കുന്നത് ദേശീയ തലത്തിലല്ല സംസ്ഥാന തലത്തിലാണെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കാം, പക്ഷേ ചില സംസ്ഥാനങ്ങൾ അവർ ഭൂരിപക്ഷമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനൊരു വിധി കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ മൈനോറിറ്റീസിൻ്റെ റൈറ്റ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈക്വൽ റൈറ്റ്സ് ആണ്. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം കൊണ്ട് 1948 അതുപോലെ പലതരത്തിലുള്ള ഇൻ്റർനാഷണൽ ഉടമ്പടികൾ കൊണ്ടുവന്നിട്ടുണ്ട് 1966. അപ്പോൾ എല്ലാ മനുഷ്യന്മാരും തുല്യരാണെന്നും വംശം, മതം ഇതൊക്കെ തന്നെ മുതലായവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവേചനം നിരോധിക്കുന്നുവെന്നും പ്രസ്താവിക്കുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ UN പ്രഖ്യാപനം 1981 വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഐഡൻറ്റിറ്റി, അവരുടെ സ്വത്വത്തെ സംരക്ഷിക്കുക. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള UN പ്രഖ്യാപനം 1992 വന്നതുകൊണ്ട് തന്നെ അവരുടെ സ്വത്വം, സംസ്കാരം, ഭാഷ, പാരമ്പര്യം ഇതൊക്കെ തന്നെ സ്റ്റേറ്റുകൾ സംരക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻസ് ഇൻ ഇന്ത്യ, ആർട്ടിക്കിൾ 15 പ്രകാരം മതം, വംശം, ജാതി, ലിംഗഭേദം അല്ലെങ്കിൽ ജനനസ്ഥലം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനം എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 16 പൊതു തൊഴിൽ വിവേചനം നിരോധിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 29, 30, 350A, 350B ഇതിലൊക്കെ തന്നെ ഭാഷാപരവും മതപരവുമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സിൻ്റെ സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷനാണ്. ഇപ്പോൾ പട്ടികജാതി, അതായത് SC, STs ഒക്കെ ഉണ്ടാവുമല്ലോ, പട്ടികവർഗം, മറ്റ് സാമൂഹിക വിദ്യാഭ്യാസ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ തുടങ്ങിയിട്ടുള്ള ഈ പിന്നാക്ക വിഭാഗങ്ങളെ സഹായിക്കാൻ വേണ്ടി ഭരണഘടന പ്രത്യേക തരത്തിലുള്ള വ്യവസ്ഥകൾ അനുവദിക്കുന്നുണ്ട്. റിസർവേഷൻ അതിലൊന്നാണ്. ആർട്ടിക്കിൾ 15, 16 ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും സംവരണം നൽകുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ഇൻ ഇന്ത്യ. എന്തൊക്കെ തരത്തിലുള്ള കൾച്ചറലും എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ് അവർക്കുള്ളത്? ആർട്ടിക്കിൾ 29 ആയിട്ടുള്ള കൾച്ചറൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രൊട്ടക്റ്റിംഗ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. ആർട്ടിക്കിൾ 29(1) പ്രകാരം ഒരു പ്രത്യേക ഭാഷയോ ലിപിയോ സംസ്കാരമോ ഉള്ള ഏതൊരു കൂട്ടൻ പൗരന്മാരെയും അത് സംരക്ഷിക്കാൻ വേണ്ടി അനുവദിക്കുന്നു. അതുപോലെ വിദ്യാഭ്യാസത്തിൽ വിവേചനം കാണിക്കില്ല. മതം, വംശം, ജാതി, ഭാഷ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളാൽ ആർക്കും സർക്കാർ ധനസഹായമുള്ള സ്കൂളുകളിലും കോളേജുകളിലും പ്രവേശനം നിഷേധിക്കാൻ കഴിയില്ലെന്ന് ആർട്ടിക്കിൾ 29(2) കൂടി ഉറപ്പാക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 30 എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 31 അതിനകത്ത്
അതായത് 30 ഇട്ടിട്ട് 1 എന്നുള്ളത്, അതായത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കാനും പ്രവർത്തിപ്പിക്കാനും അവകാശം നൽകുന്നുണ്ട്. പിന്നെ ഈ സ്കൂളുകളിൽ നിന്ന് സർക്കാരിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 31A അവർക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്നു. പിന്നെ സഹായത്തിൽ തുല്യ പരിഗണന, അതായത് ന്യൂനപക്ഷങ്ങൾക്ക് നടത്തുന്ന സ്കൂളുകൾ നിയന്ത്രിക്കുന്നു എന്ന കാരണത്താൽ അവർക്ക് സാമ്പത്തിക സഹായം നിഷേധിക്കുന്നതിൽ നിന്ന് ആർട്ടിക്കിൾ 30 അതുപോലെ ക്ലോസ് 2 എന്ന് പറയുന്നത് സർക്കാരിനെ തടയുന്നുണ്ട്. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് 1978 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് സ്ഥാപിച്ചത്. 1992 ഇതൊരു സ്ഥാപനമായിട്ട് മാറുന്നു. ന്യൂനപക്ഷങ്ങളുടെ വികസനത്തിൻ്റെ പുരോഗതി പരിശോധിക്കുക, അവരുടെ അവകാശങ്ങൾ നിയമപ്രകാരം സംരക്ഷിക്കപ്പെടുന്നുവോ എന്ന് ഉറപ്പാക്കുക, അതുപോലെ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ സർക്കാരിന് ഉപദേശം നൽകുക, അവരുടെ പരാതികൾ അന്വേഷിക്കുക, വിവേചനത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുക, ന്യൂനപക്ഷ സ്കൂളുകളും കോളേജുകളും സംരക്ഷിക്കുക. ഇതൊക്കെയാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി റൈറ്റ്സ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് 2005 കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് നമുക്കറിയുന്നതാണ്. അതായത് ഇൻഫോർമേഷൻ ലഭിക്കാനുള്ള റൈറ്റ് എന്ന് പറയുന്നത്. സർക്കാർ നടപടികൾ എന്ന് പറയുന്നത് സുതാര്യമാക്കുകയും പൗരന്മാർക്ക് വിവരങ്ങൾ ആക്സസ് ചെയ്യാനുള്ള അവകാശം നൽകിക്കൊണ്ട് അവരെ ഉത്തരവാദിത്തമുള്ളവരാക്കുക എന്നുള്ളതാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിനകത്ത് പറയുന്നത്. എല്ലാ സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ കമ്പനികൾ, സർക്കാർ ധനസഹായമുള്ള NGOs ഇവയ്ക്കൊക്കെ തന്നെ ഈ ഒരു റൈറ്റ്സ് ടു ഇൻഫോർമേഷൻ ആക്ട് ബാധകമാണ്. പൗരന്മാർക്ക് രേഖകൾ പരിശോധിക്കാനും ആ രേഖകളുടെ പകർപ്പുകൾ നേടാനും ഇലക്ട്രോണിക് ഫോർമാറ്റുകളിൽ വിവരം സ്വീകരിക്കാനും റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിലൂടെ കഴിയും. ഇത് നമുക്കറിയാലോ, വിവരാവകാശ നിയമം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. നമുക്ക് എന്തൊരു കാര്യത്തിലും, അതായത് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 29-30 ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ന്യൂനപക്ഷങ്ങളിൽ അവരുടെ സ്വത്വം സംരക്ഷിക്കാനും സ്വന്തമായിട്ട് സ്കൂളുകൾ നടത്താനും ഒക്കെ തന്നെ ഇതിനകത്ത് കഴിയുന്നുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് മനസ്സിലാക്കി. അതിനുശേഷം ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞത് ഈ മൈനോറിറ്റീസിൻ്റെ കേസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്റ്റിൽ നമുക്കറിയാം, വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ഒരുപാട് രേഖകൾ, അതായത് ഡിഫൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം നമുക്ക് ലഭിക്കും. വിവരാവകാശ നിയമം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്.